ഹായ് ഗൈസ്, വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റൂപ്പർട്ട് ബ്രൂക്ക് എഴുതിയ പീസ് എന്ന കവിതയുടെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് എഴുത്തുകാരനെ പറ്റിയിട്ട് നോക്കാം. റൂപ്പർട്ട് ബ്രൂക്ക്. അദ്ദേഹം ജനിച്ചത് ആഗസ്റ്റ് 3, 1887 മരണപ്പെടുന്നത് 23 ഏപ്രിൽ 1915. He was an English poet known for his idealistic war sonnets right during the First World War. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് എഴുതിയ ആദർശവാദപരമായ യുദ്ധ സോണറ്റുകൾക്ക് പേരുകേട്ട ഒരു ഇംഗ്ലീഷ് കവിയായിരുന്നു അദ്ദേഹം. He was handsome, charming and talented. Brooke was a national hero even before his death in 1915 at the age of 27. അവൻ സുന്ദരനും ആകർഷകനും കഴിവുള്ളവനുമായിരുന്നു. ബ്രൂക്ക് 1915 27 വയസ്സിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു ദേശീയ നായകനായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ഏതാണെന്ന് നോക്കാം. ദ സോൾജിയർ, ദ ഡെത്ത്, പീസ്, എക്സെട്ര. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്. പീസ് ബൈ റൂപ്പർട്ട് ബ്രൂക്ക്. ഇത് അദ്ദേഹം 1914 എഴുതിയത്. സോണറ്റാണ്, 14 ലൈൻസ് ആണ് വരുന്നത്. 2 സ്റ്റാൻസേഴ്സ് ആണ് ഈ കവിതയ്ക്കുള്ളത്. ഇനി നമുക്ക് കവിതയൊന്ന് വായിക്കാം. Now, God be thanked who has matched us with his hour, and caught our youth, and wakened us from sleeping, with hand-made sure, clear eye, and sharpened power, to turn as swimmers into cleanness leaping, glad from a world ground, old and cold and weary, leave the stick hearts that honor could not move, and half men and their dirty songs and dreary, and all the little emptiness of love. Oh, we who have known shame, we have found release there, where there's no ill, no grief, but sleep has mending. Not broken save this body, lost but breathe. Nothing to shake the laughing heart's long peace there, but only agony, and that has ending. And the worst friend and enemy is but death. Now God be thanked who has matched us with his hour. ഫസ്റ്റ് സ്റ്റാൻസയിൽ ലോക ചരിത്രത്തിലെ മഹത്തായ ഒരു സമയമാണ് പറയുന്നത്. ആ സമയം ഏതാണ്? ആ സമയമാണ് ഫസ്റ്റ് വേൾഡ് വാർ. ആ ലോക മഹായുദ്ധ സമയത്ത് ജനിച്ചതിനും തുടർന്ന് ജീവിക്കാൻ സാധിച്ചതിനും ദൈവത്തോടുള്ള നന്ദി പറയുകയാണ് പോയറ്റ്. ഇത് തൻ്റെ തലമുറയുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് അദ്ദേഹം കരുതുന്നത്. ആൻഡ് കോട്ട് അവർ യൂത്ത് ആൻഡ് വേക്കൻഡ് അസ് ഫ്രം സ്ലീപ്പിംഗ്. മുമ്പ് അവിടെ ഉണ്ടായിരുന്ന യുവാക്കൾ സഹപ്രവർത്തകർ ചെയ്യുന്ന അനീതികളൊന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം യുവാക്കളെ ബോധത്തിലേക്ക് ഉണർത്തുകയും ശരിയായതിനു വേണ്ടി പ്രവർത്തിക്കാൻ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. വിത്ത് ഹാൻഡ്മെയ്ഡ് ഷുവർ, ക്ലിയർ ഐ ആൻഡ് ഷാർപ്പൻഡ് പവർ, ടു ടേൺ ആസ് സ്വിമ്മേഴ്സ് ഇൻ ടു ക്ലീനസ് ലീപ്പിംഗ്. ഈ ലക്ഷ്യത്തിൽ യുദ്ധം അവർക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം നൽകി. യുദ്ധം അവരുടെ ഇരു കൈകളും അവരുടെ കാഴ്ചയും തീഷ്ണവും ശരീരവും മനസ്സുമൊക്കെ മൂർച്ചയുള്ളതും ശക്തവുമാക്കിയെന്ന് പോയറ്റ് പറയുന്നു. അദ്ദേഹം ഇതിനെ തെളിഞ്ഞ വെള്ളത്തിൽ മുക്കുന്നതിൻ്റെ ശുദ്ധീകരണ ഫലവുമായി താരതമ്യം ചെയ്യുന്നു. യുവാക്കൾ യുദ്ധത്തെ ദുഷിച്ചതും പാഴായതുമായി കണക്കാക്കുന്നില്ല. ഓരോ ചെറുപ്പക്കാരും യുദ്ധം തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഒന്നാണെന്നാണ് പറയുന്നത്. Glad from a world grown old and cold and weary. വയസ്സായതും തണുപ്പും ക്ഷീണവുമുള്ള ഒരു ലോകത്തിൽ നിന്നാണ് യുവാക്കൾ മാറുന്നതെന്ന് പോയിറ്റ് ഈ വരികളിൽ പറയുന്നു. Leave the stick hearts that honor could not move. വൃദ്ധരും ചെറുപ്പക്കാരും തമ്മിലുള്ള വ്യത്യാസം പോയിറ്റ് പറയുന്നു. യുദ്ധത്തിന് പോകാത്തവരെ രോഗിയായ ഹൃദയങ്ങൾ എന്ന് കവി വിശേഷിപ്പിക്കുന്നു.
യുദ്ധം ചെയ്യാത്തവരെ ശാരീരികമായി രോഗികളാണെന്നും അവരുടെ ഹൃദയങ്ങൾ ധാർമ്മികമായി രോഗികളായെന്നും കവി കാണുന്നുവെന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. ആൻഡ് ഹാഫ് മെൻ ആൻഡ് their dirty songs and dreary and all the little emptiness of love. അങ്ങനെയുള്ളവർ മനുഷ്യരാണെന്ന് തോന്നിയേക്കാം. അതായത് യുദ്ധത്തിലൊന്നും പങ്കെടുക്കാത്തവർ മനുഷ്യരായെന്ന് തോന്നിയേക്കാം. പക്ഷേ ഹൃദയത്തിലും മനസ്സിലും അവൻ തീർച്ചയായും അങ്ങനെയല്ല. അതുകൊണ്ടാണ് കവി അത്തരം ആളുകളെ ഹാഫ് മെൻ എന്ന് മുദ്രകുത്തുന്നത്. ഈ വരിയിലൂടെ യുദ്ധത്തിന് പോകാത്തവരെ ഹാഫ് മെൻ എന്ന് വിളിച്ച് കവി അപമാനിക്കുകയാണ്. കൂടാതെ അവരോട് കവിക്ക് ബഹുമാനമില്ലെന്ന് കാണിക്കുകയും ചെയ്യുന്നു. പ്രണയത്തിന്റെ ശൂന്യത കവിയുടെ പരാമർശിക്കുന്നു. എംപ്റ്റിനെസ് ഓഫ് ലവ് ഹാസ് എ ബിറ്റർ ടോൺ. സ്നേഹത്തിന്റെ ശൂന്യതയ്ക്ക് ബിറ്റർ ടോൺ ആണ് ഇവിടെയുള്ളത്. അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഹിസ് ഓൺ ഫീലിംഗ്സ് ഫോർ എ വുമൺ ഹൂ അറ്റ് ദ ടൈം ഹി ഹാഡ് റീസെൻ്റ്ലി എൻഡഡ് എ റിലേഷൻഷിപ്പ് വിത്ത്. ഇനി സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. ഓ വി ഹൂ ഹാവ് നോൺ ഷെയിം വി ഹാവ് ഫൗണ്ട് റിലീസ് ദ. നാണക്കേട് അറിയുന്നവർക്ക് അവിടെ മോചനം ലഭിക്കുമെന്ന് പോയറ്റ് പറയുന്നു. അതായത് അദ്ദേഹത്തിന്റെ തലമുറയിലെ യുവാക്കൾ അവരുടെ മുൻകാല പ്രവൃത്തികൾക്കും തെറ്റുകൾക്കും നാണക്കേട് തോന്നിയിട്ടുണ്ടെന്നും എന്നാൽ യുദ്ധം അവർക്ക് അത്തരം ചിന്തകളിൽ നിന്ന് ആശ്വാസവും സ്വാതന്ത്ര്യവും നൽകിയെന്നുമാണ് കവി പറയുന്നത്. നെക്സ്റ്റ് ലൈൻ. വേർ there's no ill, no grief, but sleep has mending, not broken save this body, lost but breathe. വാസ്തവത്തിൽ യുദ്ധത്തിന് കാരണമായ എല്ലാ നഷ്ടങ്ങളും താൽക്കാലികമാണ്. അത് ദുഃഖമായാലും അസുഖമായാലും എല്ലാം താൽക്കാലികമാണ്. ഏത് ദോഷവും ഉറക്കത്താൽ ഭേദപ്പെടാൻ സാധിക്കുമെന്ന് കവി പറയുന്നു. യുദ്ധം ചെയ്തതിനാൽ അവരുടെ ബോഡിക്കൊക്കെ വീക്കായേക്കാം. അവർക്ക് അവരുടെ ശ്വാസം തന്നെ നിലച്ചു പോയേക്കാം. എന്നാലും അവരുടെ ഹൃദയത്തിൽ അവർ സന്തോഷവാന്മാരായിരിക്കും. നെക്സ്റ്റ് ലൈൻസ്. നത്തിങ് ടു ഷേക്ക് ദ ലാഫിംഗ് heart's long peace there, but only agony, and that has ending. And the worst friend and enemy is but death. കവി ഇവിടെ ലോങ് പീസിനെ പറ്റി സംസാരിക്കുന്നു. പീസ് ക്യാൻ റെഫർ ബോത്ത് മെന്റൽ റെസ്റ്റ്ഫുൾനെസ് ആൻഡ് ദ പീസ് ഓഫ് ഡെത്ത്. യുദ്ധത്തിൽ മറുവശത്തുള്ള ഒരാളുടെ എതിരാളികളെ കൊല്ലുന്നത് ചിലപ്പോൾ വേദനയിൽ ചെന്നെത്തിച്ചേക്കാം. എന്നാൽ ആ വേദനയും മരണത്തിൽ അവസാനിക്കുമെന്ന് കവി പറയുന്നു. പോയറ്റ് മരണത്തെ സൈനികരുടെ സുഹൃത്തും ശത്രുവുമാണെന്ന് പറയുന്നു. കാരണം യുദ്ധം ചെയ്യുമ്പോൾ ചിലപ്പോൾ സൈനികന് തന്റെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ ന്യായമായ കാര്യത്തിന് വേണ്ടി ആ സമാധാനപരമായ മരണം അവരുടെ ജീവിതത്തിന് അർത്ഥം നൽകുമെന്ന് പറഞ്ഞ് കവി തന്റെ കവിത അവസാനിപ്പിക്കുന്നു.